ക്രിസ്മസ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഫീലാണല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീസണാണ് ക്രിസ്മസ്. അപ്പോൾ ഇതാ ഇന്ന് എൻ്റെ മോളായിട്ട് ഞാനൊരു ക്രിസ്മസ് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാട്ടോ. ഇതിൻ്റെ വീഡിയോ ചെയ്യാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് തോന്നി, അതുകൊണ്ട് തന്നെയാണ് വീഡിയോ കാണിക്കുന്നത്. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയട്ടെ, ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ക്രിസ്മസ് ട്രീയും അതുപോലെ കുറച്ച് ആക്സസറീസ്, അത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും അതിൽ നിന്ന് വാങ്ങി കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഭംഗിയായിട്ടുള്ള ട്രീസാണ് അവിടെ ഉള്ളതെന്ന്. ഞാനും അവളും കൂടി പോയത് ടെറാ സെറാമിക്സ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കേട്ടോ. ഒത്തിരി എന്താ പറയുക, ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒത്തിരി സാധനങ്ങളുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ട്രീ ആണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അതായത് അവളുടെ ലാസ്റ്റ് ഇയറിലൊരു ആഗ്രഹമായിരുന്നു നമ്മൾ കുറച്ച് എമൗണ്ട് സേവ് ചെയ്തിട്ട് അതിന് നമ്മൾ ക്രിസ്മസ് വരുമ്പോൾ ട്രീ വാങ്ങണം, ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ. എനിക്ക് ശരിക്കും നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ. നമ്മൾ ഒറ്റയടിക്ക് പോയിട്ട് ഒരുപാട് പൈസയൊക്കെ സ്പെൻഡ് ചെയ്ത് ട്രീ ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ ചെറിയൊരു ബഡ്ജറ്റ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മൾ മാസം ഒരു 1000 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 2000 റുപ്പീസ് അല്ലെങ്കിൽ 1500 ആയാലും മതി, അത്രയും വെച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു 1 ഇയർ ആകുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് വില്ലേജൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ കാണുന്നതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രീസാണ് കേട്ടോ. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഐഡിയ അനുസരിച്ചുള്ള ട്രീസൊക്കെ കിട്ടും. കണ്ടോ, ഇതാണ് ടെറാ സെറാമിക് സ്റ്റുഡിയോ. പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലെ ഭാഗം, അതായത് ഉള്ളിലെ ഭാഗത്ത് വച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. സെറാമിക്സിൻ്റെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ. അപ്പോൾ അതൊക്കെ എന്തെന്നാ പറയുക, കണ്ടാലും നമുക്ക് മതിയാവില്ല. ഞാനപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ഷോപ്പിൽ പോകുന്നത്. ഇതിന് മുന്നേ ഞാൻ ഇതിന് വേണ്ട ക്രിസ്മസിന് വേണ്ട ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ഇതിൻ്റെ ഒരു ബ്രോഡ്വേയിലുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ആ ബ്രോഡ്വേയിലെ ഷോപ്പിൽ പോയപ്പോൾ അവിടുത്തെ അങ്കിളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നമ്മുടെ ഗുഡ്വിൽ ഇരിക്കുന്ന ബിൽഡിങ്ങിൽ ചെല്ലുവാണെങ്കിൽ ഈ ഒരു ഷോപ്പ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാം അവിടെ കിട്ടും. ഇത് ഇവിടുത്തെ ആൻറ്റിയുടെ മോളാണ്. ഒത്തിരി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു ഓരോന്നൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ നല്ല സർവീസാണ് കേട്ടോ. സർവീസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫും ആൻറ്റിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി എന്താ പറയുക, നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഫസ്റ്റ് അപ്പോൾ അമ്മു ഡിസൈഡ് ചെയ്തത് ഒരു എന്താ പറയുക, റോസ് ഗോൾഡ് ആൻഡ് പിങ്ക്, ആ ഒരു ഷെയ്ഡായിരുന്നു അവൾ മനസ്സിൽ പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ ഒരു ഷോപ്പിലേക്ക് വന്നതിന് ശേഷം അവളുടെ പ്ലാൻ മൊത്തം തെറ്റിപ്പോയി. അതായത് നമ്മൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആകും, എന്ത് സെലക്ട് ചെയ്യണം, നമ്മുടെ ട്രീ ഏത് കളർ വേണം എന്ന് ഡിസൈഡ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അത് നമുക്ക് ഇവൾ ഏത് കളേഴ്സൊക്കെ എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ എന്താ പറയുക, ഒരു ക്രിസ്മസ് വില്ലേജ് സെറ്റ് ചെയ്യണം എന്നുള്ള ഐഡിയയിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അവളുടെ ഒരു എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് വേണ്ട കാര്യങ്ങളും കൂടി അതിൻ്റെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ ഒരു വലിയ ഫ്ലവറാട്ടോ, അത് അവളിങ്ങനെ വിടർത്തി നോക്കുവാണ്. ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 180 അങ്ങനെയൊക്കെ വരും, 130 അങ്ങനെ പല റേറ്റിലുണ്ട്. ഒരു വലിയ ക്രിസ്മസ് ട്രീ ആണെങ്കിൽ അതിൻ്റെ ഒരു 3 ഫ്ലവറോ അല്ലെങ്കിൽ ഒരു 5 ഫ്ലവറൊക്കെ വെച്ചാൽ തന്നെ ശരിക്കും ഫില്ലാവും. കണ്ടോ, ഒത്തിരി എന്നാൽ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഉണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. ഇത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനതൊരെണ്ണം വാങ്ങും. കണ്ടോ, ഒത്തിരി ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറയുക കേട്ടോ, എനിക്കതൊരെണ്ണം വേണമെന്ന്. അതെനിക്ക് വേണ്ടിയിട്ടാട്ടോ, എനിക്കൊരു ക്രിസ്മസ് വില്ലേജ് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ വെക്കാനായിട്ട്. അതായത് എന്താ പറയുക, നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടോ, ഇതിനെനിക്ക് തോന്നുന്നു 120 ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഈ കാണുന്ന ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റീവ് ഐറ്റംസ്, സെറാമിക്കിൻ്റെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് നമുക്ക് ഹോം ഡെക്കോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ. അതായത് ക്രിസ്മസിൻ്റെ ടൈമിൽ നമുക്ക് വീട് കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമല്ലോ. അതേപോലെ ബോൾസ്, ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന ബോൾസിൻ്റെ കളേഴ്സ്, അമേസിങ് കളേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ടോ, ഇത് കാണുമ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഏത് കളർ ട്രീ നമുക്ക് ഈ വർഷം സെറ്റ് ചെയ്യണം എന്നൊക്കെ. ഒത്തിരി പേര് കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് എറണാകുളത്ത് കിട്ടുന്ന ഷോപ്പ് ഏതാന്ന്. അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് തന്നെ കാര്യം എന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ഷോപ്പ് കണ്ടുപിടിച്ചത് കേട്ടോ.
ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ബ്രോഡ്വേയിൽ പോയി നോക്കാമെന്ന്. ബ്രോഡ്വേയിൽ കുറച്ച് ഷോപ്സൊക്കെ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ സെറാമിക് ഹൗസ് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. സെറാമിക്സിൻ്റെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. എനിക്ക് ഈ വർഷത്തെ ക്രിസ്മസിൽ ഏറ്റവും എന്താ പറയുക സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഒത്തിരി ഹോം ഡെക്കോർ ഐറ്റംസ് ക്രിസ്മസ് ടൈമിൽ കൊണ്ടുവരാനായിട്ട് ഷോപ്പിലെ ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ക്യാൻഡിൽസിനൊക്കെ 70 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു രാത്രി ഇതേപോലെ പല ക്യാൻഡിൽസൊക്കെ ഇങ്ങനെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ കാണാനായിട്ട് ഭംഗിയായിരിക്കും. അതായത് ഒരു ക്രിസ്മസ് വൈബ്. പിന്നെ നമ്മുടെ കസിൻസോ ഫ്രണ്ട്സൊക്കെ വരുവാണെങ്കിൽ അവരുടെ അടുത്ത് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സുഖം എനിക്കറിയില്ല. എന്താ പറയുക, എൻ്റെ ആ ഒരു ഫീല് എനിക്കിത് കണ്ടപ്പോൾ കിട്ടിയ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു. മാക്സിമം നിങ്ങൾക്ക് എന്താ പറയുക ഇത് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് കേട്ടോ. കണ്ടോ, ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ഒരുമിച്ച് കാണുന്നൊരു ഷോപ്പ് കാണുന്നത് കേട്ടോ. ഒത്തിരി ഷോപ്പിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ അതെല്ലാം ചെറിയ ചെറിയ ഷോപ്സാണ്. ഇത്രയും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഏത് വാങ്ങണമെന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അങ്ങനെ ഒത്തിരി എന്താ പറയുക കൺഫ്യൂസ്ഡൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഷോപ്പിൽ കയറിയിട്ട് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതെന്ത് കാര്യത്തിലാണെന്നോ, ഏത് സെലക്ട് ചെയ്യും എന്ന് ഓർത്തിട്ട്. അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം, എൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ വരാം കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഇയർ സ്മിത മിസ്സും ഞാനും കൂടി ഒരു എന്താ പറയുക എൻ്റെ ഫ്രണ്ട് സഞ്ജയുടെ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു ഫോർട്ട് കൊച്ചി. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ സ്മിത മിസ്സായിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു. കണ്ടോ, ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഒരു ഗാർലൻഡ് പോലെ ചെയ്യാൻ പറ്റിയ ലീവ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് മാച്ചായിട്ടുള്ള ടൈപ്പിലൊക്കെ ഉള്ള ലീഫൊക്കെ കിട്ടും കേട്ടോ. പിന്നെ സിംഗിളായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ക്രിസ്മസ് വില്ലേജ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രിസ്മസ് വില്ലേജ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ റൂം ഒരു ഗോഡൗൺ പോലെ കേട്ടോ, വലിയ റൂമാണ്, നിറച്ച് സാധനങ്ങളാണ്. അതായത് ഏത് സെലക്ട് ചെയ്യുന്നുണ്ടല്ലോ മൊത്തം കൺഫ്യൂഷനായി. ഞാനപ്പോൾ ഇവിടെ അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഇങ്ങനെ ഡാർക്ക് ഗ്രീൻ അതായി കാണുന്ന കളറിലൊരു ട്രീ വാങ്ങാമെന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ആകെ കൺഫ്യൂഷനായി. അപ്പം ഞാൻ അവിടെ സെൻറ്റ് ട്രീസസ് കോളേജിൽ പഠിക്കുന്നത്. അപ്പം ഞാൻ അവളോടൊന്ന് നീയും കൂടി വന്ന് സെലക്ട് ചെയ്തു തന്നു. എന്താണെന്ന് വെച്ചാൽ ഇത് ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുപോയാൽ ചിലപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ നല്ല കളറ് ചൂസ് ചെയ്യാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചാലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അവൾക്ക് വേണ്ടി വാങ്ങുന്ന സാധനങ്ങളായതുകൊണ്ട് അവൾ തന്നെ സെലക്ട് ചെയ്യട്ടെ എന്ന്. ഇതാ അവളിവിടെ ഓടി നടന്ന് കളേഴ്സൊക്കെ നോക്കുന്നുണ്ട്. കണ്ടോ, എനിക്ക് ഏറ്റവും എന്തെന്നാ പറയുക ഒരു സന്തോഷമുള്ള കാര്യം എന്താണെന്നോ, ഞാൻ എൻ്റെ സ്കൂളിലെ കുട്ടികളായിട്ട് ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷനൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് അതുപോലെ തന്നെ ക്രിസ്മസിന് സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷൻ അതെനിക്ക് ഒരിക്കലും എന്താ പറയുക ഓരോ വർഷവും മറക്കാൻ പറ്റാത്ത ഓരോ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവില്ലേ, അതേപോലെ ഫീൽ ചെയ്യുന്നൊരു കാര്യം കേട്ടോ നമ്മുടെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് സെലിബ്രേഷൻ. അതായത് നമ്മുടെ സ്കൂളിൽ ചേട്ടന്മാരുണ്ട്, അവർ ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസംബർ മാസത്തിൽ തന്നെ സ്കൂൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർസ് ഇടും. ആ സ്റ്റാർസ് പിന്നെ നമ്മൾ ക്രിബ് സെറ്റ് ചെയ്യും. അങ്ങനെ കുറേ എന്താ പറയുക ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലൈമറ്റ് മൊത്തത്തിലൊരു നല്ലൊരു ഫീലാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു വർഷത്തിൻ്റെ ഒരു 2 ഭാഗം കഴിഞ്ഞു പിള്ളേരുടെ ക്ലാസ്. അപ്പം കുറേ എന്താ പറയുക പിള്ളേർക്കൊരു 10 days ഹോളിഡേ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. അതിൻ്റെ ഇടയ്ക്കാട്ടോ ഞാൻ ചെറീസൊക്കെ ഒന്ന് നോക്കാൻ പോയത്. അപ്പോൾ അതിൻ്റെ ചെറിയുടെ ബഞ്ചസ് ഉണ്ടായിരുന്നു, അതിലേത് ബഞ്ച് എടുക്കണം എന്ന് കൺഫ്യൂസ്ഡായി. അമ്മ പറഞ്ഞതാ ഈ ഒരു പൈനിൻ്റെ ഒരു കായ വന്നിരിക്കുന്നുണ്ടോ അതെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്മസ് ട്രീയുടെ 2 സൈഡിൽ നിന്ന് വെക്കണം എന്ന് പറഞ്ഞു, അവൾക്ക് 2 എണ്ണം വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അതെടുത്തു. അതിനുശേഷം ഇവർക്ക് സെറാമിക്കിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്, അതും കണ്ടു കേട്ടോ. ഇവിടെ ഇവളിങ്ങനെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ബോൾസ് സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ്. ഈ ബോൾസിൽ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്നോ 1300 വരെ ബോൾസ് ഉണ്ട്, അതായത് വലിയ ബോൾസ്. അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ഇങ്ങനെ അവൾ നോക്കുവാണ്. കണ്ടോ, ഇപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായ എന്താണെന്നോ, ഇവൾ റോസ് ഗോൾഡ് ആൻഡ് പിങ്ക് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇവിടെ കണ്ട് അവളുടെ ഐഡിയ കംപ്ലീറ്റ് ആയിട്ട് മറിഞ്ഞു ഇപ്പോൾ റെഡ് ആൻഡ് ഗ്രീൻ എന്നുള്ളൊരു കോമ്പിനേഷനിലേക്ക് പോവുക. കണ്ടോ,
റെഡിൻ്റെ പല പല സാധനങ്ങൾ നോക്കുന്നുണ്ട്, പക്ഷേ റെഡും ഗോൾഡനും കണ്ടുകൊണ്ട് പുള്ളിക്കാരി അതവിടെ തിരിച്ചു വെച്ചു. റെഡും ഗ്രീനും മാത്രമാണ് നോക്കുന്നത് കേട്ടോ. ഒത്തിരി സാധനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയ ഒരുപാട് ബോൾസ്. എനിക്ക് തോന്നുന്നു ഇത് ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ എന്താ റീറ്റെയിൽ കടക്കാർക്ക് വേണമെങ്കിൽ വന്നെടുക്കാം. അതേപോലെ നമ്മൾ ചേർച്ചിലേക്ക് അത് വലിയ ട്രീസൊക്കെ സെറ്റ് ചെയ്യണവർക്ക് വന്നെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ചെറുതായിട്ട് എടുക്കാം. കണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഷേപ്പ് എന്നാ പറയാം, അമേസിങ് കളക്ഷൻ എന്നൊക്കെ പറയാം. ഞാൻ ഈ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന 15th നവംബറിനാണ് കേട്ടോ. അപ്പം ഇന്നെൻ്റെ സിസ്റ്ററിനോട് ബർത്ത്ഡേ ആണ്. അപ്പോൾ വിദ്യക്ക് സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് പറയുന്നു. ഞാനും നാസി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പകൽ ഫുൾ. അപ്പോൾ നാസിയെ ഞാനിവിടെ വിദ്യക്ക് ഇങ്ങനെ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എപ്പോഴും ഓർക്കാം അങ്ങനെ 2025 വിദ്യയുടെ ബർത്ത്ഡേ എന്നാണ് ഞാൻ പോയിട്ട് നല്ലൊരു ക്രിസ്മസ് ട്രീ വാങ്ങിയതെന്നൊക്കെ. അപ്പോൾ ഇത് കാണുമ്പോൾ വിദ്യക്ക് നല്ല സന്തോഷമാവും. ഇത് എനിക്ക് പിന്നെ വേറൊരു കാര്യം എന്താണെന്നോ, ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് അത് കാണുമ്പോൾ വിദ്യയ്ക്ക്, സന്ധ്യ മിസ്സിന്, അതേപോലെ എൻ്റെ ഫ്രണ്ട് സ്മിത മിസ്സിന്, നാസിയൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് ഇത് വാങ്ങാനും. പിന്നെ ഇത് കാണുമ്പോൾ പിള്ളേർക്കാണെങ്കിലും ഇപ്പോൾ അവരുടെ പിള്ളേർക്കാണെങ്കിലും ഇത് വാങ്ങാൻ പോകാനായിട്ടും സെലക്ട് ചെയ്യാനായിട്ടൊക്കെ എന്ത് നമുക്ക് വാങ്ങണം എന്നൊന്ന് ഡിസൈഡ് ചെയ്യാമല്ലോ. പിന്നെ ഏറ്റവും എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്നോ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ലേഡീസൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടു. കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റി എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഡെക്കറേറ്റീവ് ഐറ്റംസ്, ഹോം ഡെക്കോറിൻ്റെ സാധനങ്ങൾ എറണാകുളത്ത് കിട്ടുന്ന ഷോപ്സൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങാൻ പോകുന്ന സമയത്ത് നല്ല വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഷോപ്പ് കൂടി ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ പോയിട്ട് അതിൻ്റെ വീഡിയോ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടിൽ ക്രിസ്മസിന് എങ്ങനെയെല്ലാം ഡെക്കറേറ്റ് ചെയ്യാമെന്ന് കൂടി കാണിക്കാം. ഇപ്പം നമ്മുടെ ചാനൽ കൂടുതൽ ഡെക്കറേഷൻസും, അതായത് നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയ്ഡറി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള എല്ലാവരും ഇതെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഏറ്റവും റേറ്റ് കുറച്ചൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ രീതിയിൽ എവിടെ കിട്ടും എന്നൊക്കെ ഞാനും കൂടി അന്വേഷിക്കേണ്ട എൻ്റെ കുറച്ച് റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നി കേട്ടോ. ഇവിടെ എനിക്ക് ഓരോ സാധനങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, എന്താ വാങ്ങേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. അതായത് ക്രിസ്മസ് വില്ലേജ് സെറ്റ് ചെയ്യാനായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങണം, പിന്നെ ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വാങ്ങണം. അതിൽ അവൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ട്രീയിൽ റെഡും ഗ്രീനും മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ കുറേ കണ്ടീഷൻസ്. അപ്പോൾ അവളുടെ ഏരിയയിലേക്ക് ഞാൻ നോക്കുന്നേ ഇല്ല. അവൾക്ക് ഇഷ്ടമുള്ള സാധനം അവൾ തന്നെ നോക്കിക്കോട്ടെ. ഞാൻ ഇടയ്ക്ക് നോക്കി ചെറിയ ചെറിയ സാധനങ്ങൾ എടുക്കുന്നതെല്ലാം എൻ്റെ ക്രിസ്മസ് വില്ലേജ് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് ട്രീ അമ്മുവാണ് സെറ്റ് ചെയ്യുന്നത്, ക്രിസ്മസ് വില്ലേജ് ഞാനാണ് സെറ്റ് ചെയ്യുന്നത്. ക്രിസ്മസ് വില്ലേജിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹൗസസ്, ട്രീസൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കുറച്ചൊക്കെ കാണിക്കാം. പിന്നെ ഞാൻ കുറച്ച് ബ്രോഡ്വേന്നാണ് വാങ്ങുന്നത്. അപ്പോൾ ബ്രോഡ്വേയിൽ പോകുന്ന വീഡിയോ സെപ്പറേറ്റ് കാണിക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 2 വീഡിയോയും കൂടി ഒരുമിച്ച് കാണിക്കുമ്പോഴേക്കും ഒത്തിരി ലെങ്തി ആയി പോവും, നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കും. അതുപോലെ ഇതിലേതെങ്കിലും സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഈ ഷോപ്പിൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലൊക്കെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക. സ്ഥലവും അഡ്രസ്സൊക്കെ അവർ പറഞ്ഞുതരും. ഞാൻ ഒന്നുകൂടി പറയാം, ഈ സ്ഥലം കോൺവെൻറ്റ് ജംഗ്ഷനിലാണ്. അതായത് കോൺവെൻറ്റ് ജംഗ്ഷനിലെ ഗുഡ്വിൽ കളക്ഷൻസ് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇല്ല, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ട് എന്തെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗുഡ്വില്ലിൽ പോയി വാങ്ങാറുണ്ട്. അപ്പോൾ ഈ ഗുഡ്വിൽ കളക്ഷൻ ഇരിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ 2nd ഫ്ലോറിലാണ് ഈ ഷോപ്പ് വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ ബ്രോഡ്വേയിൽ വേറൊരു ഷോപ്പുണ്ട് കണ്ടോ. ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടും തീരുന്നില്ല കേട്ടോ, അത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ ഇടയ്ക്ക് എനിക്കിങ്ങനെ തോന്നും ഞാൻ ഈ ഏരിയയൊക്കെ കവർ ചെയ്തോ എന്നൊക്കെ. അതുകൊണ്ടാണ് പിന്നെയും കാണിക്കുന്നത് കേട്ടോ. ശരിക്ക് എനിക്ക് എന്താ പറയുക, ഇത് ഈ ടൈമിൽ പോയിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഞാനൊരു 2 hours ഈ ഷോപ്പിൽ സ്പെൻഡ് ചെയ്തത്. അത്രയൊന്നും പോരാ, കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്ത് ഓരോ സാധനങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് നല്ല നല്ല സാധനങ്ങൾ വാങ്ങാൻ പറ്റും. അതേപോലെ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലുണ്ടല്ലോ, എനിക്ക് വേറൊരു ഓപ്ഷൻ പറയാനില്ല. ഇതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഹാൻഡ് വാഷ് വെക്കുന്ന ബോട്ടിലെല്ലാം സെറാമിക് ആയതുകൊണ്ട് കുറച്ച് കൂടി എനിക്ക് ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തു. ഈ ബെൽസൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ ഇതെടുക്കാൻ പോയിട്ട് അമ്മു സമ്മതിച്ചില്ല കേട്ടോ. അവൾക്ക് ഇങ്ങനെ മണിയടിക്കണമെന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ സന്ധ്യ മിസ്സായിട്ടൊക്കെ ഞാൻ അടുത്ത ദിവസം പോവും. അപ്പോൾ നാസിയനെ ഈ ഷോപ്പ് കൊണ്ടാൽ കാണിക്കണം. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങാമല്ലോ. അല്ലെങ്കിൽ ഇന്നൊരു ദിവസം തന്നെ ഫുള്ള് വാങ്ങിക്കഴിയുമ്പോൾ പിന്നെ വാങ്ങാനുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല.
കുറേ അതായത് നമ്മൾ കുറച്ച് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഏതൊക്കെ എവിടെയൊക്കെ വെക്കണം എന്ന് കുറച്ച് പ്ലാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാലോചിച്ചിട്ട് ഈ ഷോപ്പിൽ പോവുകയാണെങ്കിൽ അതിന് വേണ്ട ഓരോ സാധനങ്ങളും നമുക്ക് പിറക്കിയെടുത്തുകൊണ്ട് വരാം. അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുകയും ചെയ്യും. അതേപോലെ ഒരു പീസാണെങ്കിലും നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. ചില ഷോപ്സ് ഉണ്ടല്ലോ നമുക്ക് ഒത്തിരി പീസസൊക്കെ ഒരുമിച്ച് വാങ്ങിയാലേ കിട്ടുള്ളൂ എന്നൊക്കെ, അങ്ങനെ യാതൊരുവിധ കണ്ടീഷനും ഇല്ല. പിന്നെ അവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് അവരുടെ ബിഹേവിയർ ഉണ്ടാൽ ഓണറാണോ സ്റ്റാഫാണോ ഒന്നും നമുക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അത്രയും നല്ല എന്താ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ്. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻറ്റിയുടെ മോളോടൊക്കെ സംസാരിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. അതായത് നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരുടെ അടുത്ത് പോയി വാങ്ങുന്ന പോലത്തെ ഒരു ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് ഞാനിവരെ കാണുന്നതും. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഇതിന് മുന്നേ ട്രീ വാങ്ങിയത് ഇവരെ ബ്രോഡ്വേയിലെ ഷോപ്പിലായിരുന്നു. അവിടെ ഈ ആൻറ്റിയുടെ ഹസ്ബൻഡ് ആട്ടോ, അങ്കിളാണ് എനിക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസൊക്കെ തന്നത്. അവിടെ പോയി ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്ക് എന്താ പറയുക, ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് വന്നു എന്നുള്ളൊരു തോന്നൽ പോലും വന്നില്ല. അത്രയും നല്ലൊരു ബിഹേവിയർ ആയിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് പറയാതിരിക്കാൻ വയ്യ. വീഡിയോ എടുക്കുന്ന സമയത്ത് ശബ്ദം ഒന്ന് ഇടയ്ക്ക് എന്തോ പതറിയ പോലെ വരുന്നുണ്ട് കേട്ടോ. വേറൊരു കാര്യം കൂടി പറയട്ടെ, ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റിട്ടാണ് കേട്ടോ. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു. വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ 4 മണി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ശബ്ദം ഒന്ന് ഇടറിയ പോലെ വരുന്നത് കേട്ടോ. എന്താണോ ഈ സമയത്ത് റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു ഡിസ്റ്റർബൻസ് വേറെ ഒന്ന് സറൗണ്ടിങ്സിൽ നിന്നുള്ള ഒരു ഡിസ്റ്റർബൻസ്, അതായത് എന്തെങ്കിലും ശബ്ദങ്ങളോ ഒക്കെ അതൊന്നുമില്ല കേട്ടോ. വണ്ടിയുടെ ശബ്ദമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഈ ഫ്ലവറിന് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, ഒത്തിരി കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഫ്ലവർ കണ്ടപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പാത്രം എടുത്ത് അമ്മൂന് കൊടുത്താൽ കേട്ടോ. അതിൻ്റെ കളേഴ്സൊക്കെ ഉണ്ട് കണ്ടോ. അതെനിക്ക് തോന്നുന്നു 30 റുപ്പീസാന്ന് തോന്നുന്നു ഒരു ഫ്ലവർ. നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ചെയ്തപ്പോൾ ഇതിൻ്റെ കുറേ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു 8-10 ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള അത്രയും ആവും. കണ്ടോ, ഇതിൻ്റെ ചെറുതുമൊക്കെ അവളവിടെ നോക്കുന്നുണ്ട്. ഇതൊക്കെ അവൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാട്ടോ. ഇവിടെ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് കണ്ടുപോയിക്കോട്ടെ. എന്താണെന്ന് വെച്ചാൽ എന്ത് സാധനമാണൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അത്രയും കളക്ഷൻസ് ഉണ്ട്. ഫോൺ അവരുടെ GPay ഒക്കെ വന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടോ. ക്രിസ്മസ് ട്രീത്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതേപോലെ നമ്മുടെ കളർ തീം അനുസരിച്ചിട്ടൊക്കെ ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ കാണിക്കുന്നത് എന്താണെന്നറിയോ, ഇപ്പം നവംബർ ഒരു പകുതി ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് വീട് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും. എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഡിസംബർ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ്, അതായത് നമ്മൾ മാക്സിമം നവംബർ 30th ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് കഴിയും. എന്നാലേ നമുക്ക് ഡിസംബർ കംപ്ലീറ്റ് ആ ഒരു ട്രീയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഈ ട്രീ നമ്മൾ ജാനുവരി 31st വരെ വെച്ചിട്ട് ഫെബ്രുവരിയിലാണ് ഇത് മാറ്റുള്ളൂ. അതായത് ഒരു 2 months മാക്സിമം നമ്മൾ ഈ ട്രീ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കും ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട്. ഞാനപ്പോൾ ഒന്നുകൂടി ഇതിൻ്റെ കുറേ കാര്യങ്ങൾ കാണിക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു സെറാമിക്കിൻ്റെ ഒത്തിരി ഐറ്റംസ് വന്നിട്ടുണ്ടെന്ന്. എന്തെന്നാ പറയുക, ഇത് കണ്ടോ, തിരുകുടുംബം എന്നാണ് തോന്നുന്നു ഇത് പറയുന്നത് അല്ലേ. എനിക്കപ്പോൾ ഇത് വാങ്ങണം എന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആ ക്രിബും അതിൻ്റെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ വാങ്ങാനായിട്ട് എനിക്ക് തോന്നി, അത് ഞാൻ എടുത്തു. പക്ഷേ എനിക്ക് ഒരു കൺഫ്യൂഷൻ വന്നു. ലാസ്റ്റ് ഞാനൊരു സെറാമിക്കിൻ്റെയാണ് വാങ്ങിയത്. ഞാൻ വാങ്ങിയ ക്രിസ്മസ് ട്രീ അവർ പാക്ക് ചെയ്തിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഈ കാണുന്ന 8 feet ട്രീയാണ് ഞാൻ വാങ്ങിയത്. പിന്നെ എനിക്ക് ഇവരുടെ ഒരു സെറാമിക്കിൻ്റെ സെക്ഷൻ കൂടി ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. കണ്ടോ, അപ്പോൾ എനിക്ക് ലക്കി ബാമ്പ് വെക്കാനായിട്ട് ഞാനൊരു ബൗൾ ഇവിടെ നിന്ന് വാങ്ങി. എല്ലാം എന്താ പറയുക, റീസണബിൾ റേറ്റാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഒത്തിരി റേറ്റില്ല, ഹോൾസെയിലായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ പോലത്തെ ഒരു ഷോപ്പാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതെന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് ഷോപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. അതായത് നമ്മുടെ ക്രിസ്മസ് ഐറ്റംസ് വാങ്ങാൻ പോകുന്നവർ ആദ്യം ഈ ഷോപ്പൊന്ന് പോയി നോക്കുക. ട്രീസ് കണ്ടോ, അമേസിങ് കളക്ഷൻ, ഒന്നും പറയാനില്ല ട്രീയുടെ കാര്യത്തിൽ. ഈ ഷോപ്പ് ഇവരുടെ ബ്രോഡ്വേ മേത്തർ ബസാറിലെ ഷോപ്പാണ് കേട്ടോ. അവിടെയും ഒത്തിരി കാര്യങ്ങൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ അവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഷോപ്പിൽ ചെന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ടെറാ സെറാമിക്സിൻ്റെ നമ്പർ തന്നിട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു കേട്ടോ.
അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ഗുഡ് വില്ലിൻ്റെ സൈഡായതുകൊണ്ട് ഒത്തിരി ക്രൗഡഡും അല്ല. നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഭയങ്കര റഷാണ്. അപ്പോൾ നേരത്തെയൊക്കെ പോയി വാങ്ങുവാണെങ്കിൽ വളരെ നല്ലത്. ക്രിസ്മസിൻ്റെ തലേ ദിവസമൊന്നും ആ ഏരിയയിലേക്ക് പോകാനേ പറ്റില്ല. പിന്നെ നമ്മൾ ഒത്തിരി സാധനങ്ങളൊക്കെ തീർന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ പോയി വാങ്ങുവാണെങ്കിൽ രസമായിരിക്കും. കണ്ടോ ക്രിസ്മസ് ട്രീത്ത്, ക്രിസ്മസ് ഡെക്കറേഷൻസ്, ലീവ്സ്, ചെറീസ്, എന്താ പറയുക, ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അവിടെ. ക്രിസ്മസ് വില്ലേജ് സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ ഇടയ്ക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് എന്തൊക്കെ വാങ്ങിയാൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇത് ക്രിസ്മസ് കഴിയുന്ന സമയത്ത് ഇതൊക്കെ മാക്സിമം കവർ ചെയ്ത് ബോക്സിലൊക്കെ ആക്കി വെക്കാനായിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിതെല്ലാം റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സംസാരിച്ചിരുന്ന സമയം പോകുന്നതേ അറിയുന്നില്ല. ട്രീസൊക്കെ ഒന്നുകൂടി കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ വാങ്ങുന്നതോ വാങ്ങാതിരിക്കുന്നതോ അല്ല, നമ്മളിതെല്ലാം പോയി കാണുന്നത്, ഇതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് വളരെ വലിയൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. മാക്സിമം പറ്റുവാണെന്നുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.